എന്തിനാ AC നോക്കി വിയർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. So batters are walking into the middle, and it's Sai and Rusmin Bai. നല്ലൊരു പെയർ തന്നെ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. വൈൽഡ് കാർഡ് വാരിയേഴ്സിന് വേണ്ടി, കൺഫെഷൻ കമാൻഡോസിന് വേണ്ടി ബോർഡ്സിനെത്തുന്നു സൂരജ്. Here we go with the first delivery. A classic defense. ഇവിടെ ഒരു സിംഗിൾ നേടിയെടുത്തിരിക്കുന്നു. ഓവർത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും ഒരു സിംഗിൾ നേടിയെടുത്തിരിക്കുന്നു. വളരെ തന്ത്രപരമായി തന്നെ ഒരു റൺസ് നേടിയെടുത്തിരിക്കുന്നു. നല്ലൊരു ഫീൽഡിംഗ് അറ്റംപ്റ്റ് അവിടെ നിഷാനയിൽ നിന്നും. സൈഡ് ഒരു സിംഗിളോടുകൂടി തന്നെ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിലവിൽ രശ്മിൻ ഭായ് കളത്തിൽ വളരെ തന്ത്രപരമായി തന്നെ ഒരു സിംഗിൾ നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ വളരെ കൃത്യതയാർന്ന ഒരു പന്ത് എറിഞ്ഞിരിക്കുകയാണ് സൂരജ്. ആദ്യ മത്സരത്തിൽ അധികം റൺസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ റൺ മഴ തന്നെ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ബാറ്റേഴ്സിന്റെ ആ ഒരു ആർജവത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് സ്പഷ്ടമായി കാണാം. കീപ്പർ കൃത്യമായി പന്ത് കൈപ്പിടിക്കൊള്ളുന്നു. സന്ധ്യ മനോജ്, the MS Dhoni of Confession Commandos. Oh, that's been to wait for the umpire signal. It's a dead ball. Sai. ബാക്ക് ഫുട്ടിൽ വന്നുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ റീജിയനിലേക്ക്, ഡീപ് പോയിന്റ് റീജിയനിലേക്ക് ഒരു കട്ട് ഷോട്ട് അടിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അവിടെ റൺസ് ഇല്ല എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ഓടേണ്ടി വരും. Oh, that's out of the pitch itself, and it's a wide signal being signaled. ഇവിടെ രണ്ടാമത്തെ റൺസിനുള്ള ശ്രമമോ സന്ധ്യ അവിടെ ഒരൽപ്പം അശ്രദ്ധമായി പോയി. പക്ഷേ and it's a wide signal from the umpire as well. And it's a boundary, overthrow ആയി, ബൗണ്ടറി കൂടി. സോ ക്രിക്കറ്റിൽ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഫിഗറാണ്. ഒരു ബോളിൽ 7 റൺസ്. എനിക്ക് തോന്നുന്നില്ല ക്രിക്കറ്റിന്റെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഇതുപോലെ അനൗൺസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന്. 7 റൺസിന് ബൗണ്ടറി കൂടി നേടിയെടുത്തിരിക്കുകയാണ്. ബാക്ക് ഫുട്ടിൽ പോയി വളരെ കൃത്യമായി തന്നെ ഷോട്ട് എടുത്തിരിക്കുന്നു സായ്. ഇവിടെ ബോൾ ആക്കിയിരിക്കുന്നു.
സൂരജിന്റെ ഒരു കംബാക്ക് നോക്കുക. അപകടകാരിയായ ബാറ്റർ സായിനെ പവലിയനിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു സൂരജ്. മിടുക്കനായ സൂരജിന്റെ മിടുക്കൊരു പന്ത് ഒരു വിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നു. And here comes the wonderful ഷിയാസ് കരീം. ഷിയാസിന്റെ ബാറ്റിൽ നിന്നും എത്ര റൺസ് പിറക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. വളരെ നല്ലൊരു ക്രിക്കറ്ററാണ് അദ്ദേഹം. അതെ, സൂരജ് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു ഷിയാസിനെ. That's a good shot, but we need to see. ഒരു റൺസ് നേടാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ ഒരു മാർക്ഡ് ആയിട്ടുള്ള ഏരിയക്കിപ്പുറം സിംഗിൾസ് ആൻഡ് ഡബിൾസ് മാത്രമേ ഓടാൻ സാധിക്കുകയുള്ളൂ ഷിയാസ്. സോ ഈ ഒരു 2 ഡോട്ടുകൾ നമുക്ക് ഓഫ് സൈഡിലും ഓൺ സൈഡിലും കാണാം. അതിന് പുറകോട്ട് സിംഗിൾസ് ആൻഡ് ഡബിൾസ് ഓടാൻ പറ്റുകയുള്ളൂ. അതിന് മുന്നോട്ട് മാത്രമേ ബൗണ്ടറീസ് ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. രശ്മിൻ ഭായ് അവിടെ വളരെ ചടുലമായ നീക്കത്തിലൂടെ രശ്മിൻ ഭായ് ഒരു റൺസ് എടുത്തിരിക്കുന്നു. ഓ, അൺഫോർച്ചുനേറ്റ് എന്ന് പറയട്ടെ. And it's a wicket. ഷിയാസ് കരീം has to walk back. തന്റെ മസിൽ പവർ അവിടെ കാഴ്ചവെക്കുകയായിരുന്നു. പക്ഷെ ഒരല്പം മാറിപ്പോയിരിക്കുന്നു. ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു ഗ്രൗണ്ടിൽ അത് വിക്കറ്റാണ്. ഷിയാസ് കരീം ട്രൈസ് ഹിസ് ബെസ്റ്റ്. അദ്ദേഹത്തിന്റെ വർക്കൗട്ട്സ് ഒരല്പം കുറച്ചിരുന്നെങ്കിൽ അതൊരു ബൗണ്ടറി ആയനെ. എന്തായാലും the wonderful ഷിയാസ് കരീം has also returned to the pavilion. വിനയ് മാധവ് ഒരുപാട് ഫാൻസ് ഉള്ള വ്യക്തിയാണ്. ഡഗൌട്ടിൽ നിന്നും എല്ലാവരും പറയുന്നു, ആരവങ്ങൾ ഉയരുകയാണ്. വി വാൻ വിനയ്. സോ ഒരു ക്വിക്ക് ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ്. സോ അടുത്ത ബാറ്റർ വിനയ് മാധവ്. സോ വിനയ് മാധവ് ഇവിടെ എത്ര റൺസ് അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കൺഫെഷൻ കമാൻഡോസിന്റെ കമാൻഡോ ടാസ്ക് ഇവിടെ കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്കറ്റുകൾ നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ. കീപ്പർ സന്ധ്യ മനോജിന്റെ കൃത്യമായ ഇടപെടലുകൾ നമുക്കവിടെ കാണാം. ഒപ്പം തന്നെ ക്യാപ്റ്റൻ നാദ്ര. ഫുൾ ടോസ്. ഓ, Score moves on to 21 for 2 from 1.4 overs. ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുകയാണ്. I'm sorry, അതൊരു സിംഗിൾ നേടിയെടുത്തിരിക്കുന്നു. വിനയ് മാധവിന്റെ ഒരു ബൗണ്ടറി അടിക്കാനുള്ള ശ്രമമായിരുന്നു നമ്മൾ കണ്ടത്. അഭിഷേക് ദ ബോളർ. അവിടെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് അവിടെ സന്ധ്യ മനോജിൽ നമുക്ക് കാണാൻ സാധിച്ചു. രണ്ട് ഓവറുകൾ പിന്നിടുന്നു. 22 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന രീതിയിലാണ് ബാറ്റിംഗ് ട്രൈഡ്. That was the end of the over as well. Wildcard Warriors. This is നടക്കുകയാണ്. സ്ട്രാറ്റജി പ്ലാൻ ചെയ്യപ്പെടുകയാണ്. രശ്മിൻ ഭായ് അതുപോലെ തന്നെ ബാറ്റർ വിനയ് മാധവ്.
സ്കോർ 29 കടന്നിരിക്കുന്നു. ഒരു വിക്കറ്റ് നേടാനുള്ള ശ്രമം അവിടെ ഉണ്ടായിരുന്നു. ബാറ്റിംഗ് സൈഡ് വൈൽഡ് കാർഡ് വാരിയേഴ്സ്. 2 ഓവറുകളാണ് ഇനി ബാക്കിയുള്ളത്. സോ അടുത്തതായി ബോൾ ചെയ്യാനെത്തുന്നു നിഷാന. നിഷാന ഉന്നം പിടിക്കുകയാണ്. ബോൾ ചെയ്ത് കൃത്യമായി ബോൾ പന്ത് എറിയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിഷാന. ഒരു അറ്റംപ്റ്റ് കൂടി. ഓ, വളരെ നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു അവിടെ സൂരജിൽ നിന്നാൽ. ഒരു ബൗണ്ടറിയിൽ കലാശിച്ചിരിക്കുന്നു. ഡൈവിംഗ് എഫേർട്ട്. ഈ ഒരു ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നത്. വളരെ നല്ലൊരു ഫീൽഡിംഗ് എഫേർട്ട് ആയിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി ഇവിടെ കരുത്തുറ്റ ബാറ്റർ തന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രശ്മിൻ ഭായ് നാം तो सुना ही होगा. വിനയ് ഉയർത്തിയടിക്കാനുള്ള ശ്രമം എന്നാൽ മറ്റൊരു ഡോട്ട് ബോളായി മാറുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഫീൽഡ് ചെയ്തു ക്യാപ്റ്റൻ നാദിറ മെഹറിൻ. നിഷാന മറ്റൊരു ഷോട്ട് കൂടി എതിർക്കുന്നു. ഇവിടെ ഒരിക്കൽ കൂടി അരിസ്റ്റോ സുരേഷ് ചേട്ടന്റെ കരങ്ങളെ ഭേദിച്ചുകൊണ്ട് തന്നെ ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുകയാണ്. മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന വിനയ് മാധവ്. വിനയ് മാധവ് 23 റൺസ് നേടി ഈ ടൂർണമെന്റിലെ നിലവിലെ ടോപ്പ് സ്കോറായി മാറിയിരിക്കുന്നത്. 10 പന്തുകൾ, കേവലം 10 പന്തിൽ 23 റൺസ് വിനയ് മാധവ്. ഇവിടെ ഒരു സ്റ്റംപിങ്ങിനുള്ള അവസരമുണ്ടായിരുന്നു. കൃത്യതയായിരുന്നു ഒരു പന്ത്. നിഷാന വളരെ എനർജറ്റിക് ആണ്. ഇവിടെ ഒരു ഡോട്ട് ബോൾ പിറന്നിരിക്കുന്നു. വളരെ നല്ലൊരു പന്തായിരുന്നു നിഷാനയിൽ നിന്നും. That's the end of the over as well. 4 ഓവറുകൾ പിന്നിടുന്നു. 50 റൺസുകൾ നേടിയെടുത്തിരിക്കുന്നു വൈൽഡ് കാർഡ് വാരിയേഴ്സ്. കേവലം 4 ഓവറിൽ 50 റൺസിന് 2 എന്ന നിലയിലാണ് വൈൽഡ് കാർഡ് വാരിയേഴ്സ് നിലകൊള്ളുന്നത്. Here comes the wonderful actor Aristo Sureshatan. Oh, that should be a dead ball. Oh, it's a dead ball, yes. സോ വളരെ മികച്ച അമ്പയറിംഗ് പാനൽ തന്നെ നമുക്ക് ഈ ഒരു ടൂർണമെന്റിൽ ഉണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. അമ്പയർസ് ജിതിൻ, ജനീഷ്, അംജദ് ആൻഡ് ദ വണ്ടർഫുൾ സ്കോറർ വിഷ്ണു. ഫുൾ ടോസ് ഡെലിവറി. അവിടെ വീണ്ടും ആ ഒരു മുന്നോട്ട് കുതിച്ചുകൊണ്ട് ബാറ്റ് കൊണ്ടും കാലുകൊണ്ടും ബൗണ്ടറി കടത്താൻ ശ്രമിക്കുന്ന മിടുക്കിയായ ബാറ്ററിനെ നമുക്കിവിടെ കാണാം. രശ്മിൻ ഭായ്. മറ്റൊരു ടിപ്പിക്കൽ രശ്മിൻ ഷോട്ടിനുള്ള ശ്രമം. എന്നാൽ ഇത്തവണയും അത് മിസ്സാവുകയാണ്. പക്ഷേ ബൗണ്ടറികൾ നേടിയ താരമാണ് രശ്മിൻ ഭായ് എന്ന് മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു the Rahul Dravid of Wild Card Warriors, Yasmin Bhai. ഒരു ശ്രമം. സന്ധ്യ ആൻഡ് സൂരജ് കൂട്ടുകെട്ട് അവിടെ ഒരു വിക്കറ്റ് നേടാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ മിസ്സാവുകയാണ്. ശരവേഗത്തിൽ ഓടുകയാണ് ഇവിടെ രശ്മിൻ ഭായിയും വിനയ് മാധവും. That's a no ball being signaled. റഡാറിൽ പോലും അത് പെടുത്തുന്നില്ല. പക്ഷേ അത് വളരെ കൃത്യമായി തന്നെ ഓടിയെടുത്തു. റൺസ് ഓടിയെടുത്തിരിക്കുന്നു രശ്മിൻ ഭായിയും വിനയ് മാധവും. So no ball. ഒരു ഡെഡ് ബോൾ കൂടി വിധിച്ചിരിക്കുന്നു. അൻപത്തിനാല് റൺസ് എഴുതിയിരിക്കുന്നു വൈൽഡ് കാർഡ് വാരിയേഴ്സ് 4.3 ഓവറിൽ.
ഇവിടെ വിനയ് മാധവ് 23 റൺസ് നേടിയിരിക്കുന്നു. കേവലം 11 പന്തിൽ 23 റൺസ്. രശ്മിൻ ഭായ് ആകട്ടെ 10 റൺസുകൾ നേടിയിരിക്കുന്നു 12 പന്തിൽ. വാശിയേറിയ മറ്റൊരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന സോത്ത്ലെസ് പ്രസൻസ് മൈറ്റി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ്. ആരവ് പ്രീമിയർ ലീഗ് APL 2025, അതായത് അസോസിയേഷൻ ഓഫ് റിയാലിറ്റി ആർട്ടിസ്റ്റ് വെൽഫെയർ ആണ് ഈ ഒരു ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൈന, താങ്ക് യു സോ മച്ച് സൈന സൗത്ത്ലെസ്. ഒപ്പം തന്നെ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ മൈറ്റി ഫ്യൂച്ചർ, താങ്ക് യു AK ഷാജി സർ ആൻഡ് ടീം. ഒപ്പം തന്നെ മറ്റ് സ്പോൺസേഴ്സിനെയും നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. വെന്യൂ പാർട്ട്ണർ DNA സ്പോർട്സ്, താങ്ക് യു. മെഡിക്കൽ പാർട്ട്ണർ വേൾഡ് ഫിസിയോ, നമുക്കറിയാം കേരളത്തെ നമ്പർ 1 ഫിസിയോ ആണ്, ഫിസിയോസ് ആണ് വേൾഡ് ഫിസിയോ. താങ്ക് യു ഫോർ ബീങ് അവർ മെഡിക്കൽ പാർട്ട്ണർ. കാറ്ററിംഗ് പാർട്ട്ണർ റഹ്മാനിയ ബിരിയാണി. Here comes Sandhya and that's a dead ball. സന്ധ്യ മനോജ് ഒരു അക്രോബാറ്റിക് ആയിട്ടുള്ള ഫീൽഡറാണ്, ഇവിടെ ബോളുമായി എത്തിയിരിക്കുന്നു സന്ധ്യ മനോജ്. റിയാലിറ്റി ഷോസിലെ മിന്നും താരങ്ങളാണ് ഇവിടെ അണിനിരക്കുന്നത്. 6 സ്പെക്ടാക്കുലർ ടീംസ് മുഖാമുഖം. ദാറ്റ്സ് എ ഡെഡ് ബോൾ അഗെയിൻ. സോ 1 പിച്ച് അല്ലെങ്കിൽ ഫുൾ ടോസ് ഡെലിവറിയാണ് എറിയേണ്ടതായിട്ടുള്ളത്. രശ്മിൻ ഭായ് കൃത്യമായി തൻ്റെ ഓപ്പോസിഷന് പോലും കോച്ചിങ് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആൻഡ് ദാറ്റ്സ് എ സ്പിരിറ്റ്. രശ്മിൻ ഭായ് ഒരു പ്രഹരമേൽപ്പിക്കുന്നു. വിനയ് മാധവ് ഒരു ഹാഫ് സെഞ്ചുറി നേടിയിട്ട് താൻ ഈ കളം വിട്ടു പോകൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത മാസ്റ്റർ ബ്ലാസ്റ്റർ വിനയ് മാധവ്. Oh, unfortunately, and that's a dead ball, and that's a dead ball. ഒരു ഡെഡ് ബോൾ വിധിച്ചിരിക്കുന്നു. ഏതാണ്ട് ഡഗ് ഔട്ട് വരെ എത്തിയിരുന്നു വിനയ് മാധവ്. പക്ഷേ ഭാഗ്യം ഇവിടെ അനുകൂലിക്കുകയാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നു. വിനയ് മാധവ് ഈസ് ഓൺ 27 from 12. രശ്മിൻ ഭായ് വിനയ് മാധവ് കൂട്ടുകെട്ട് വളരെ വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. 58 റൺസിന് 2 എന്ന നിലയിലാണ് നിലവിൽ ബാറ്റിംഗ് സൈഡ് നിലകൊള്ളുന്നത്. ക്യാപ്റ്റൻ ശോഭ വിശ്വനാഥ് വളരെ സന്തുഷ്ടയാണ്. സന്ധ്യ മനോജ് and she'll be bowling to വിനയ് മാധവ്. 43 റൺസ് പാർട്ട്ണർഷിപ്പ് ഇവിടെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. 2 ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റേഴ്സ് രശ്മിൻ ഭായും അതുപോലെ തന്നെ വിനയ് മാധവും കൂടി. ഓ ദാറ്റ്സ് നോക്കുക, നിഷാന അവിടെ ഓഫ് സൈഡിൽ നിന്നും ലെഗ് സൈഡിലേക്ക് ഓടിയെത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ ആ ഒരു പന്ത് കൈപ്പിടിക്കുള്ളൂ. ശ്രമം ഇവിടെ സൂരജും നിഷാനയും തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുക. എന്നാൽ ആ ഒരു ഔട്ട് വിധിക്കുന്നില്ല അമ്പയർ. എനിക്ക് തോന്നുന്നു ഓഫ് സൈഡിൽ നിന്ന് നിഷാന ലെഗ് സൈഡിൽ എത്തിയിരിക്കുന്നു. സോ വളരെ അക്രോബാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ താരങ്ങൾ ഇവിടെ ഈ ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിൽ പങ്കുചേരുകയാണ്. നമുക്കൊരു എന്റർടൈനിങ് ക്രിക്കറ്റിംഗ് സെഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. താങ്ക് യു ഓൾ അവർ സ്പോൺസേഴ്സ്, എസ്പെഷ്യലി മൈറ്റി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ്. താങ്ക് യു AK ഷാജി സർ. അമ്മ കുടുംബ സംഗമത്തിലും അവരുടെ ആ ഒരു സ്പോൺസർഷിപ്പും സപ്പോർട്ടും വളരെ സ്പഷ്ടമായി നമ്മൾ കണ്ടതാണ്. മറ്റൊരു താര മൂല്യമേറിയ ഒരു മാമാങ്കമാണ് ക്രിക്കറ്റ് മാമാങ്കമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 മികച്ച ടീമുകൾ, 6 മികച്ച ക്യാപ്റ്റൻസ്, വളരെ നല്ല ടീം, അതായത് താരങ്ങളുടെ ടീമും നമുക്കിവിടെ കാണാം. 6 ടീമുകൾ അണിനിരക്കുന്നു. ഉയർത്തിരിക്കുന്നു ഇവിടെ മനോഹരമായ ഒരു ഇന്നിങ്സിന് അവസാനം കുറിച്ചിരിക്കുകയാണ്. വളരെ മിടുക്കുള്ള ബാറ്റർ ആയിട്ടുള്ള വിനയുടെ വിക്കറ്റ് ഇവിടെ നഷ്ടമായിരിക്കുന്നു.
Oh, that was a blow. Vinay Madhav returns. 27 റൺസ് നേടിയ വിനയ് മാധവിന്റെ വിക്കറ്റ് ഇവിടെ നഷ്ടമായിരിക്കുകയാണ്. 5 ഓവറുകൾ പിന്നിടുമ്പോൾ 58 റൺസ്, അതായത് ടാർഗറ്റ് 59 റൺസാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കളി മുന്നേറുകയാണ്. ആദ്യ മത്സരത്തിൽ നമുക്കറിയാം വലിയൊരു സ്കോർ നേടാൻ സാധിച്ചിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത ടീമിന്, സാധിച്ചിട്ടുണ്ട് ടീമിന്. പക്ഷെ പിന്നീട് ഈ ഒരു മത്സരത്തിൽ 58 റൺസ് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അടുത്ത മത്സരത്തിനുള്ള ക്യാപ്റ്റൻ സേവ് ചെയ്ത് കളത്തിലേക്ക് വരണം. ഹൗസ് ഹസ്ലേഴ്സ് വേഴ്സസ് നോമിനേഷൻ നിഞ്ചാസ്. ഹൗസ് ഹസ്ലേഴ്സിന്റെ ക്യാപ്റ്റൻ ഒമർ ലുലു, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട താരമാണ് അദ്ദേഹം, ഡയറക്ടർ ആൻഡ് വാട്ട് നോട്ട് ഒമർ ലുലു. ഒപ്പം തന്നെ സാജു നവോദയ നയിക്കുന്ന നോമിനേഷൻ നിഞ്ചാസ്. China Southwest presents MyG Future. Experience the next RO Premier League APL 2025 in flying colors. Association of Reality Artists Welfare ആണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. താങ്ക് യു ചൈന സൗത്ത്ലെസ്, അതുപോലെ തന്നെ MyG Future Experience the next. നമ്മുടെ വെന്യൂ പാർട്ണർ DNA Sports, മെഡിക്കൽ പാർട്ണർ വോൾ ഫിസിയോ, കാറ്ററിംഗ് പാർട്ണർ റഹ്മാനിയ ബിരിയാണി. So 59 റൺസാണ് ഇവിടെ അനിവാര്യത. ആദ്യ പന്ത് ഇവിടെ ഷിയാസ് കരീം, വളരെ അക്രോബാറ്റിക് ആയ ഫീൽഡറാണ്. അഭിഷേകാണ് ബോൾ ചെയ്യുന്നത്. ക്യാപ്റ്റൻ നാദ്രയുടെ മനോഹരമായ ഒരു ഷോട്ട്, ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുന്നു. ലോങ് ഓൺ റീച്ചിൽ ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുന്നു. ക്യാപ്റ്റന്റെ ഇന്നിങ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ ക്യാപ്റ്റൻ കൂടിയായ നാദ്ര മെഹ്റിൻ. ലോങ് ഓൺ റീച്ചിൽ ഒരു ബൗണ്ടറി, ഷോട്ട് ഇവിടെ ശോഭ വിശ്വനാഥ്, ഇവിടെ നല്ലൊരു ത്രോ കൂടി ഉയർന്നിരിക്കുന്നു. എന്നാൽ വളരെ ശരവേഗത്തിൽ തന്നെ രണ്ട് ബാറ്റേഴ്സും സൂരജും നാദ്രയും ആ റൺസ് പൂർത്തീകരിച്ചിരിക്കുന്നു. നല്ലൊരു ഷോട്ട് കൂടി, മറ്റൊരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുകയാണ് ഇവിടെ സൂരജിന്റെ ബാറ്റിൽ നിന്നും. 4 റൺസുകൾ കൂടി പിറന്നിരിക്കുന്നു. രണ്ട് ബാറ്റേഴ്സും ആഗമന ഉദ്ദേശം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടുപേരും ഓരോ ബൗണ്ടറീസ് നേടിക്കൊണ്ട് തന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മികച്ചൊരു പന്തെറിഞ്ഞിരിക്കുന്നു. സോ വളരെ നല്ല രണ്ട് ബാറ്റേഴ്സ് കളത്തിലുണ്ട്, സൂരജും അതുപോലെ തന്നെ ക്യാപ്റ്റൻ നാദ്ര മെഹ്റിനും. ക്യാച്ചിനുള്ള സാധ്യത, ശോഭ വിശ്വനാഥ് കൃത്യമായ ഒരു പന്ത് ഡീപ്പ് മിഡ് വിക്കറ്റ് റീച്ചിൽ നിന്നും ഓടി വന്നുകൊണ്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. ഒരു സിംഗിൾ നേടിയെടുത്തിരിക്കുന്നു. ഓവർ ആദ്യ ഓവർ പിന്നിടുമ്പോൾ 10 റൺസ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ നേടിയെടുത്തിരിക്കുന്നു. കൺഫെഷൻ കമാൻഡോസ്, ഒരു കമാൻഡോ ഓപ്പറേഷൻ തന്നെ ഈ ഒരു കളത്തിൽ നമുക്ക് കാണാം. DNA സ്പോർട്സ് മൈതാനിയിൽ that's a no ball being signaled by the umpire.
അണ്ടറാം മാത്രമേ എറിയാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ലോ ഇവിടെ ഉണ്ട് എന്നത് ശോഭ വിശ്വനാഥിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നോ ബോൾ, ഒരു നോ ബോൾ ലഭിച്ചിരിക്കുന്നു. അണ്ടറാം മാത്രമേ എറിയാൻ പാടുള്ളൂ. ഷിയാസ് കരീം കൃത്യമായി ഇവിടെ ഒരു കോച്ചിങ് നൽകുന്ന കാഴ്ച. ഉയർത്തിരിക്കുന്ന ഒരു ക്യാച്ചിനുള്ള സാധ്യത, ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയിരിക്കുന്നു. ഇവിടെ ഒരു വിക്കറ്റിനുള്ള സാധ്യത, എന്നാൽ അമ്പയർ ഔട്ട് വിധിക്കുന്നില്ല. കൃത്യമായി ഓടിയെടുത്തിരിക്കുന്നു സൂരജും അതുപോലെ തന്നെ നാദ്രിയും. നല്ല റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് എന്ന് പറയട്ടെ. സൂരജ് ഫാൻസ് അസോസിയേഷൻ ഇവിടെ ഗാലറിയിൽ നിന്നും ആരവങ്ങൾ മുകഴ്ത്തുകയാണ്. ആരവങ്ങൾ ഉയരുന്നു. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഓവേഴ്സ് ഒരു മത്സരം പുരോഗമിക്കുന്നു. ശോഭ വിശ്വനാഥ് ടു സൂരജ്. ഉയർത്തിയടിക്കുന്നു. ഇവിടെ ആഘോഷങ്ങൾ നോക്കുക. ഇവിടെ സായ് ഒരു ക്യാച്ച് എടുത്തിരിക്കുന്നു. സൂരജ് നല്ലൊരു ബാറ്ററാണ്, പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് ഒരൽപ്പം പിടിക്കുന്നു. ആ ഒരു ഫീൽഡറിന്റെ കരങ്ങളിലേക്ക് കൃത്യമായി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. സൂരജിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു. ഇവിടെ കൺഫെഷൻ കമാൻഡോസിന് കമാൻഡോ ഓപ്പറേഷൻ നയിക്കുന്നത് ക്യാപ്റ്റൻ മേജർ നാദിറ മെഹറിൻ. ഒരു വിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നു ശോഭ വിശ്വനാഥ്. ഫ്ലാറ്റ് ഷോട്ട്, സായിയുടെ കരുത്തുറ്റ ഒരു ത്രോ, എന്നാൽ രശ്മിൻ ഭായ് ഒരൽപ്പം മാറിപ്പോയിരിക്കുന്നു. സ്റ്റെമ്പിന് മുന്നിൽ വന്നതുകൊണ്ട് തന്നെ അവിടെ കാലിൽ തട്ടി അകലുകയാണ് ആ ഒരു പന്ത്. എന്തായാലും നല്ലൊരു എഫേർട്ട് അവിടെ സായിൽ നിന്നും രശ്മിൻ ഭായിൽ നിന്നും. വളരെ കരുത്തുറ്റ ഷോട്ടുകൾ. അവിടെ ഡൈവ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു അഭിഷേകിന്റെ എഫേർട്ട് എത്ര തന്നെ എടുത്തു പറഞ്ഞാലും മതി വരില്ല. നോട്ട് ഔട്ട് വിധിക്കുന്നു അമ്പയർ. സായിയും അതുപോലെ തന്നെ ഷിയാസ് കരീമും കൂടി ലോങ് ഓൺ ലോങ് ഓഫ് റീജിയൻ ഭദ്രമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അഭിഷേകിന്റെ ഫീൽഡിൽ കൂടി നമുക്ക് കാണാം. മിഡ് വിക്കറ്റ് റീജിയനിൽ അപ്സരയുടെ മനോഹരമായ ഫീൽഡിംഗ് പൊസിഷൻ നോക്കുക. കവേഴ്സ് ലെഗ് സൈഡിൽ ഇരിക്കാൻ ശ്രമം, എന്നാൽ സ്ട്രെയിറ്റ് ആണ്. നല്ലൊരു ഓവർ എറിഞ്ഞിരിക്കുന്നു ഇവിടെ ക്യാപ്റ്റൻ ശോഭ വിശ്വനാഥ്. 2 പന്തുകൾ കൂടി ഓവറിൽ ബാക്കിയുണ്ട്. നാദിറ വേഴ്സസ് ശോഭ വിശ്വനാഥ്. ബാക്ക് ഫുട്ടിൽ വന്നുകൊണ്ടൊരു ഷോട്ട് എതിർക്കാൻ ശ്രമം. ശോഭ വിശ്വനാഥിന്റെ മറ്റൊരു സേവ് കൂടി നമുക്ക് കാണാം. ഒരു പന്ത് കൂടി ബാക്കി. ഈ ഓവർ വളരെ വളരെ സ്പെഷ്യൽ ആക്കി മാറ്റിയിരിക്കുന്നു ശോഭ വിശ്വനാഥ്. ഒരു വിക്കറ്റ് കൂടി നേടിയെടുത്തിരിക്കുകയാണ് ശോഭ വിശ്വനാഥ്. 2 വിക്കറ്റുകൾ പിഴുതെറിഞ്ഞിരിക്കുന്നു ഓപ്പോസിഷന്റെ ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ മൊമെന്റ് ആയിരുന്നു ഇവിടെ, പക്ഷേ നാദിറയെ ഔട്ടാക്കിയിരിക്കുകയാണ് ശോഭ വിശ്വനാഥ്. ആഹ്ലാദ പ്രകടനം നോക്കുക. നല്ലൊരു എഫേർട്ട്, നല്ല ബാറ്റിംഗ് കാഴ്ചവെച്ച് മടങ്ങുകയാണ് ക്യാപ്റ്റൻ നാദിറ. കമാൻഡോസിന് വേണ്ടി ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു മേജർ നാദിറ. തുള്ളിച്ചാടിക്കൊണ്ട് തന്നെ ബാറ്റുമായി നടുവിലേക്ക് എത്തുന്നു നിഷാന. വളരെ അക്രോബാറ്റിക് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് നിഷാന. ചോദിക്കുന്നു എവിടെയാണ് എറിയാൻ പോകുന്നത് എന്നതായിരിക്കാം. നിഷാന
അപ്സര വിസസ് നിഷാന. രശ്മിൻ ഭായ് അവിടെയും ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാതെ ബോൾ എറിഞ്ഞു കൊടുത്തിരിക്കുന്നു രശ്മിൻ ഭായ്. ഒരു സ്വീപ് ഷോട്ട് അടിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് തോന്നുന്നു നിഷാന. അപ്സര വിസസ് നിഷാന, മുഖാബ്ല ജാരി ഹൈ. That's a dead ball. ഉയർച്ചടിക്കുന്ന ഒരു ക്യാച്ചിനുള്ള സാധ്യത. ജോൺ.ടി. റോഡ്സ് പിറക്കുമെന്ന് നാം പ്രതീക്ഷിച്ചു. രശ്മിൻ ഭായ് ഒരു നല്ല ശ്രമം നടത്തുകയായിരുന്നു അവിടെ. അപ്സര വിസസ് ഒരു ഡെഡ് ബോൾ കൂടി വിരിച്ചിരിക്കുന്നു അമ്പയർ ജനീഷ്. ഇത്തവണ ഒരു ബാറ്റ് ഇൻവോൾവ്മെന്റ് ഔട്ടിനുള്ള സാധ്യത. കൈപ്പിടികളിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല അപ്സരയ്ക്കും അതുപോലെ തന്നെ ഷിയാസ് കരീമിനും. നിഷാനയുടെ ആഹ്ലാദം നോക്കുക. ആഹ്ലാദ പ്രകടനത്തിലൂടെ കളം വിട്ട് പോകാതിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. റൺഔട്ട് ആവാതിരിക്കുക. ഇവിടെ രശ്മിൻ ഭായ് ഒരു വിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നു. രശ്മിൻ ഭായ് ആൻഡ് വളരെ നല്ലൊരു കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് ആയിരിക്കുന്നു. അഭിഷേക് കൃത്യമായി എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. രശ്മിൻ ഭായ്ക്ക് അവിടെ വിക്കറ്റ് നേടിയെടുത്തിരിക്കുകയാണ്. ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. അത് ആരാധകർ പറയുന്നു കൊടും ചതി എന്നൊക്കെ. പക്ഷേ ഇത് ക്രിക്കറ്റാണ്, പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ വേണ്ടത്. സന്ധ്യ മനോജ് വളരെ നല്ലൊരു വിക്കറ്റ് കീപ്പറാണ്. ഇവിടെ ബാറ്റുമായി എന്തി വരുന്നു. കൺഫെഷൻ കമാൻഡോസിന്റെ അതെ അനൂപ് കൃഷ്ണൻ പറയുന്നു തച്ചം തകജം എന്ന്. എന്തായാലും ബൗണ്ടറികൾ നേടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ സന്ധ്യ മനോജ്. അപ്സര വിസസ് സന്ധ്യ മനോജ്. ഒരു ബാറ്റ് ഇൻവോൾവ്മെന്റ്, നല്ലൊരു ഷോട്ടിലുള്ള ശ്രമം അവിടെ സന്ധ്യയിൽ നിന്നും ഉണ്ടായിരുന്നു. മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ 16-3 എന്ന നിലയിലാണ് ബാറ്റിംഗ് സൈഡ്. ഇതിന് വേണ്ടത് 43 റൺസാണ്. അവശേഷിക്കുന്ന 12 പന്തിൽ 43 റൺസാണ് ബാറ്റിംഗ് സൈഡിന് ആവശ്യമുള്ളത്. അത് കൺഫെഷൻ കമാൻഡോസിന്. നിഷാനയുടെയും അതുപോലെ തന്നെ സന്ധ്യ മനോജിന്റെയും ഉന്നം കൃത്യമായി തന്നെ അവലംബിക്കപ്പെടുമോ? രശ്മിൻ ഭായ്, ഓൾറൗണ്ടർ രശ്മിൻ ഭായ് ഒരു ഗ്യാപ്പ് ഷോട്ട് അടിച്ച് ബൗണ്ടറി നേടിയിരിക്കുന്നു. നിഷാനയ്ക്ക് പോലും അത് വിശ്വാസമാകുന്നില്ല. ഒരു ബൗണ്ടറി നേടിയെടുത്തിരിക്കുകയാണ് നിഷാന. 4 റൺസുകൾ, 4 റൺസുകൾ നേടിയെടുത്തിരിക്കുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അക്രോബാറ്റ് ആണ് നിഷാന എന്നത് നമുക്ക് സ്പഷ്ടമാണ്. രശ്മിൻ ഭായ് വളരെ തന്ത്രശാലിയായ ബോളർ കൂടിയാണ്. ഇവിടെ രശ്മിൻ ഭായ് ആദ്യ ഇന്നിങ്സിൽ ഏതൊരു വജ്രായുധം ഉപയോഗിച്ചു അത് തന്നെ ഉപയോഗിക്കുന്നു. ഇവിടെ നിഷാനയും കാലുകൊണ്ട് തടുത്തിരിക്കുന്നു. രശ്മിൻ ഭായ് ഇത്തവണ വിക്കറ്റ് നേടിയിരിക്കുന്നു. ഇവിടെ നിഷാനയും സായും തമ്മിൽ കടുത്ത പോരാട്ടം. കളം വിട്ടു പോകാൻ കൂട്ടാക്കുന്നില്ല നിഷാന. പക്ഷേ ഇവിടെ ഷിയാസ് കരീം കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കളം വിടേണ്ടിയിരിക്കുന്നു. പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിരിക്കുന്നു നിഷാന. വളരെ നല്ല ഒരു എനർജി കീപ്പപ്പ് ചെയ്യുകയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുകയാണ്. 20 റൺസ് നേടിയിരിക്കുന്നു 4 വിക്കറ്റ് നഷ്ടത്തിൽ. 3.4 ഓവറിൽ ഇനി 39 റൺസാണ് വേണ്ടത്. 8 ബോളുകളാണ് ബാക്കിയുള്ളത്. അരിഷ്ട സുരേഷേട്ടൻ തന്റെ ടീമിന് വേണ്ടി ബൗണ്ടറികൾ കണ്ടെത്തുമെന്ന ദൃഢപ്രതിജ്ഞയിൽ ബാറ്റ് ചെയ്യാനെത്തിയിരിക്കുന്നു അരിഷ്ടോ സുരേഷേട്ടന്റെ ബാറ്റിൽ നിന്നും ബൗണ്ടറീസ് പിറക്കുമ്പോൾ നോക്കിക്കാണാം.
നല്ലൊരു ഷോട്ട്. അവിടെ ഒരു ബൗണ്ടറി കലാശിച്ചിരിക്കുന്നു. സുരേഷ് ഏട്ടനാണ് താരം. സൂരജിന്റെ നിഷാനയുടെയും ഒക്കെ ആഘോഷങ്ങൾ അവിടെ കാണുക. രശ്മിൻ ഭായ് ടു സുരേഷ്. ഒരു ഹിറ്റ് വിക്കറ്റ് ആയിരിക്കുന്നു. സുരേഷ് ഏട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് എന്ന് മനസ്സിലാക്കുന്നു. ഒരു ഹിറ്റ് വിക്കറ്റ് ആയിരിക്കുന്നു. വളരെ തന്ത്രശാലിയായ സായ് അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. ഓ മൈ ഗാഡ്. ഇവിടെ രശ്മിൻ ഭായ് ഓൾറൗണ്ടിങ് പെർഫോമൻസ് കാഴ്ചവെച്ചത് നമുക്ക് കാണാം. And that's the end of the match as well. That's a brilliant performance from Wildcard Warriors. So വളരെ സന്തുഷ്ടയാണ് ശോഭ വിശ്വനാഥും ടീമും. കൺഗ്രാറ്റുലേഷൻസ്. രശ്മിൻ ഭായ്, വിനയ് മാധവ് കൂട്ടുകെട്ട് അത് തന്നെയാണ് ഇവിടെ ആ ഒരു ബാറ്റിംഗ് ഒരു വലിയൊരു സ്കോർ ഉയർത്താൻ അവരെ സഹായിച്ചത്. സോ അടുത്ത മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൗസ് ഹസ്ലേഴ്സ് വിസസ് നോമിനേഷൻ നിഞ്ചാസ്. രണ്ട് ക്യാപ്റ്റന്മാരെയും ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്തു. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.